കാസർഗോഡ് BJP മുൻ നഗരസഭാ കൗൺസിലർ ഗണേശന നുള്ളിപ്പാടിയിൽ വെച്ച് വെട്ടേറ്റു. ഇയാളെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹർത്താൽ തുടങ്ങി നിമിഷങ്ങൾക്കകം തന്നെ കണ്ണൂരിലെ അക്രമ പരമ്പരകൾക്കും തുടക്കമായി. ഹർത്താൽ തുടങ്ങി നിമിഷങ്ങൾക്കകം തന്നെ കണ്ണൂരിലെ അക്രമ പരമ്പരകൾക്കും തുടക്കമായി. രാവിലെ 6:15ഓടെ മുഖം മറച്ച് ബൈക്കിലെത്തിയ സംഘം റെയിൽവേ സ്റ്റേഷന് മുൻപിലെ റോഡിലൂടെ പോകുകയായിരുന്ന ഓട്ടോയും കാറും അടിച്ചു തകർത്തു. തലശ്ശേരിയിൽ ദിനേശ് ബീഡി ഡിപ്പോയ്ക്ക് നേരെ ബോംബെറിഞ്ഞെങ്കിലും പൊട്ടാതിരുന്നതിനാൽ അപകടം ഒഴിവായി. തലശ്ശേരി മേഖലയിൽ നടന്ന സംഘർഷത്തിൽ 2 CPM പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. വിവിധയിടങ്ങളിലുണ്ടായ സംഘർഷത്തിൽ 2 BJP പ്രവർത്തകർക്ക് പരിക്ക് പറ്റി. ഹർത്താൽ ദിനത്തിൽ CPM സംരക്ഷണത്തിൽ തുറന്നു പ്രവർത്തിച്ച ഇന്ത്യൻ കോഫി ഹൗസ് അടപ്പിക്കാൻ ഹർത്താൽ അനുകൂലികൾ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി. ബാംഗ്ലൂരുവിൽ നിന്നും വന്ന KSRTC ബസിന് നേരെയും സ്വകാര്യ വാഹനങ്ങൾക്ക് നേരെയും ബത്തേരിയിൽ വെച്ച് ഹർത്താൽ അനുകൂലികൾ കല്ലെറിഞ്ഞു. വയനാട്ടിൽ 13 BJP പ്രാദേശിക നേതാക്കളെ പോലീസ് കരുതൽ തടങ്കലിൽ എടുത്തു. മാനന്തവാടിയിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു. അതേസമയം പുൽപ്പള്ളിയിൽ ഷാജി ടെക്സ്റ്റൈൽസ് ഹർത്താൽ അനുകൂലികൾ അടിച്ചു തകർത്തു. ഹർത്താലിൽ കോഴിക്കോട് ജില്ലയിലും ആക്രമണ പരമ്പരയാണ് അരങ്ങേറിയത്. നിരവധി സ്ഥലങ്ങളിൽ കടകൾക്ക് നേരെയും യാത്രക്കാർക്ക് നേരെയും ആക്രമണമുണ്ടായി. കൊയിലാണ്ടി, പയ്യോളി, നാദാപുരം ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ പോലീസും ആക്രമണത്തിനിരയായി. കൊടുവള്ളിയിലും ഓമശ്ശേരിയിലും കടകൾ തുറന്നെങ്കിലും അക്രമികൾ അടപ്പിച്ചു. വിവിധയിടങ്ങളിൽ റോഡ് ഉപരോധവും മാർച്ചുമുണ്ടായി. പലയിടങ്ങളിലും ഹർത്താൽ അനുകൂലികളെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശി. മലപ്പുറം എടപ്പാളിൽ BJP പ്രവർത്തകർ നടത്തിയ ബൈക്ക് റാലിക്ക് നേർക്കുനേർ CPM പ്രവർത്തകർ സംഘടിച്ചത് സംഘർഷത്തിൽ കലാശിച്ചു. തുടർന്ന് പോലീസ് ലാത്തി വീശി. തിരൂർ, പുറത്തൂർ, കാവിലക്കാട് ഹർത്താൽ അനുകൂലികൾ കടകളിലേക്ക് പെട്രോൾ ബോംബ് എറിഞ്ഞു. വീടുകൾക്ക് നേരെയും വാഹനങ്ങൾക്ക് നേരെയും കടകൾക്ക് നേരെയും വ്യാപക ആക്രമണം അരങ്ങേറി. ഹർത്താലുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലയിൽ 3 BJP പ്രവർത്തകർക്ക് വെട്ടേറ്റു. വാടാനപ്പള്ളിയിലുണ്ടായ ആക്രമണത്തിന് പിന്നിൽ NDF ആണെന്ന് BJP ആരോപിച്ചു. തൃശൂർ രാമനിലയത്തിന് മുന്നിലെ സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ ഓഫീസ് ഹർത്താൽ അനുകൂലികൾ തല്ലിത്തകർത്തു. ശക്തൻ സ്റ്റാൻഡിൽ കർണാടക RTC ബസിന്റെ ചില്ല് കല്ലെറിഞ്ഞു തകർത്തു. സ്വരാജ് റൗണ്ടിൽ പ്രകടനത്തിനിടെ മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റ ശ്രമവുമുണ്ടായി. വടക്കാഞ്ചേരിയിൽ CPM ഓഫീസിനു നേരെ ആക്രമണം നടന്നു. ചെറുതുരുത്തിയിൽ CPM ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച ഹർത്താൽ അനുകൂലികൾക്കെതിരെ പോലീസ് ലാത്തി വീശി. ചാലക്കുടി ബസ് സ്റ്റാൻഡിലെ ക്യാന്റീൻ ഹർത്താൽ അനുകൂലികൾ അടിച്ചു തകർത്തു. ഹർത്താലിൽ കൊല്ലത്തും വ്യാപകമായ അക്രമ സംഭവങ്ങളാണ് ഉണ്ടായത്. അയത്തിൽ KSEB ഓഫീസ് സമരക്കാർ അടിച്ചു തകർത്തു. പടിഞ്ഞാറേക്കല്ലടയിൽ CPMന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ചില്ലുകൾ പ്രതിഷേധക്കാർ എറിഞ്ഞു തകർത്തു. ചിന്നക്കടയിൽ ഹർത്താൽ മാർച്ചിനിടെ മാധ്യമപ്രവർത്തകരെ സമരാനുകൂലികൾ ആക്രമിച്ചു. മംഗളം ഫോട്ടോഗ്രാഫർ ജയമോഹന് തലയ്ക്ക് പരിക്കേറ്റു. കരുനാഗപ്പള്ളിയിൽ പോലീസും സമരക്കാരും നേരിട്ട് ഏറ്റുമുട്ടി. പത്തനാപുരം, കൊട്ടാരക്കര, കുണ്ടറ, ചിന്നക്കട തുടങ്ങിയ ഇടങ്ങളിലൊക്കെ കടകൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. തിരുവനന്തപുരത്ത് നെടുമങ്ങാടും മലയൻകീഴും CPM BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. അക്രമത്തിൽ SI സുനിൽ ഗോപിക്ക് പരിക്കേറ്റു. നെടുമങ്ങാട്ടെ BJP കൗൺസിലർമാരായ സുമയ്യ മനോജ്, സംഗീത എന്നിവരുടെ വീടിനു നേരെ CPM ആക്രമണമുണ്ടായി. നെടുമങ്ങാട്ടെ സ്വകാര്യ ബാങ്ക് അടപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷം ബോംബേറിൽ കലാശിച്ചു. നെടുമങ്ങാട് സ്റ്റേഷന് മുന്നിൽ BJP DYFI പ്രവർത്തകർ തടിച്ചുകൂടിയതോടെ സംഘർഷമുണ്ടായി. ഇതിനിടെയാണ് പോലീസിന് നേരെ 3 തവണ ബോംബേറുണ്ടായത്. SI സുനിൽ ഗോപിക്ക് പരിക്കേറ്റു. മലയൻകീഴിലും സംഘർഷമുണ്ടായതിനെ തുടർന്ന് നെടുമങ്ങാട്, മലയൻകീഴ് മേഖലയിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. അതേസമയം ഹർത്താൽ അക്രമവുമായി ബന്ധപ്പെട്ട 266 പേരെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തു. 334 പേരെ കരുതൽ തടങ്കലിൽ എടുത്തിട്ടുണ്ടെന്നും അക്രമ സംഭവങ്ങളിൽ പങ്കെടുത്തവരെ അറസ്റ്റ് ചെയ്യുന്നതിന് എല്ലാ ജില്ലാ പോലീസ് മേധാവിമാരും പ്രത്യേക സംഘത്തിന് രൂപം നൽകണമെന്നും DGP വ്യക്തമാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. വാർത്തകളുടെ ലോകത്ത് വജ്രമൂർച്ചയുമായി എത്തിയ 24 ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും സ്മാർട്ട് ടിവിയിലും. DTHO കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ 24 ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിംഗിലൂടെ 24 നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ HD ദൃശ്യമികവിൽ ഇപ്പോൾ ആസ്വദിക്കാം. 24 നിലപാടുകളിൽ സത്യസന്ധത. This is 24.